Hi guys, welcome back. Happy Christmas and a Happy New Year. എല്ലാവർക്കും നല്ല അടിപൊളി ന്യൂ ഇയർ ആയിരിക്കട്ടെ ഇനി വരുന്നത് നമുക്ക് ആശംസിക്കാം. അടിപൊളിയായിരിക്കും, നിങ്ങളുടെ വിശ്വാസം എല്ലാം നല്ല അടിപൊളിയായിട്ട് പവറായിട്ട് പോട്ടെ. അപ്പോൾ പിന്നെ ഈ ന്യൂ ഇയറിൽ നമുക്ക് ഏറ്റവും സന്തോഷമുള്ളതെന്ന് വെച്ചാൽ ഈ നമ്മുടെ ഒരു ഫാമിലി വലിയ ഫാമിലി ആയിട്ടുണ്ട്. ഒരു 1 lakhിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ ഫാമിലി മെമ്പേഴ്സും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി, ഒരു ബിഗ് താങ്ക്സ്. അപ്പം നന്ദി മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടി ഒരു കുട്ടി ഗിഫ്റ്റും കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ക്രിസ്മസ് ഗിഫ്റ്റ്. അതായത് നമ്മളൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് 2 ദിവസം മുമ്പ്. അതിന് നമ്മൾ ക്യാപ്ഷൻ കൊടുത്തിട്ടില്ല. അപ്പം നിങ്ങൾക്കത് കണ്ടിട്ട് എന്താണ് ക്യാപ്ഷൻ കൊടുക്കാൻ തോന്നുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് ഇടും. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ അതും കമൻ്റ് ആയിട്ട് ഇടും. ഏറ്റവും ബെസ്റ്റ് കമൻറ്റിനായിരിക്കും നമ്മൾ ഗിഫ്റ്റ് തരാൻ പോകുന്നത്. ഒരുപാട് വലിയ ഗിഫ്റ്റ് ഒന്നും ആയിരിക്കില്ല. ചിലപ്പോൾ ഒരു ക്രിസ്മസ് കാർഡായിരിക്കും, അല്ലെങ്കിൽ ന്യൂ ഇയർ കാർഡായിരിക്കും. അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകളിൽ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. അപ്പോൾ അടിപൊളിയായിട്ട് അതിന് കമൻറ്റ് ഇടുന്ന ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് നമ്മൾ എൻഡ് സ്ക്രീൻ വീഡിയോ ആയിട്ട് നമ്മുടെ ആ ഷോർട്ട് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ആ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് വേണ്ട കമൻറ്റ് ഇടുക കേട്ടോ. സ്കിപ്പ് ചെയ്ത് പോയി കാണരുത്. കാരണം നമ്മളിപ്പോൾ ഇടാൻ പോകുന്ന വീഡിയോ എന്താ, ഡിസംബർ മന്തിലെ വ്ളോഗാണ് നമ്മൾ ഇടുന്നത്. അതിൽ ക്രിസ്മസും നമ്മുടെ ന്യൂ ഇയറിൻ്റെയും സെലിബ്രേഷനും എല്ലാം കൂടി ഉള്ള ഒരു ചെറിയൊരു കുട്ടി വ്ളോഗ്. മെയിനായിട്ട് നമ്മൾ വൈൻ ഉണ്ടാക്കുന്ന സംഭവം കൂടി ഇട്ടിട്ടുണ്ട്. ഉണ്ടാക്കിയുള്ള അടിപൊളി വൈനാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അതിൻ്റെ റെസിപ്പിയാണ് ഇട്ടേക്കുന്നത്. വെറും വൈനല്ല കേട്ടോ, അത് കുടിച്ചവർക്കൊക്കെ നല്ല അടിപൊളി കിക്ക് കിട്ടിയ വൈനാണ്. നല്ലൊരു അഭിപ്രായമാണ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മൊത്തം കാണണം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഹലോ, നിഞ്ചേട്ടൻ വീഡിയോ എടുത്തിട്ട് ശരിയാവണില്ല എന്ന് പറഞ്ഞ് വഴക്കിട്ട് നിൽക്കുന്ന ഫേസാണ് കേട്ടോ എൻ്റെ നിങ്ങൾ കണ്ടത്. അങ്ങനെ നമ്മൾ മാധുവിനെ അമ്മയുടെ ആക്കിയിട്ട് നേരെ ബ്രോഡ്വേയിലോട്ട് വന്നു. അവിടെ നിന്ന് കുറച്ച് ക്രിസ്മസ് ഐറ്റംസ് ഒക്കെ വാങ്ങണമായിരുന്നു. അപ്പം നമ്മൾ ഈ കാണുന്ന വീഡിയോ ഏകദേശം ഡിസംബർ സ്റ്റാർട്ടിങ് വീക്കിൽ നമ്മളെടുത്ത വീഡിയോ ആട്ടോ. അപ്പോൾ കുറേ നല്ല പുതിയ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓൾമോസ്റ്റ് കുറേ സാധനങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ വർഷത്തേക്ക്. അപ്പോൾ നിങ്ങളുടെ ക്രിസ്മസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അടിപൊളിയായിരുന്നു, എങ്ങനെയായിരുന്നു ക്രിസ്മസ്, എങ്ങനെയായിരുന്നു ന്യൂ ഇയർ എല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യുക. ഡിസംബർ എല്ലാവർക്കും ഭയങ്കര സ്പെഷ്യലായിരിക്കും അല്ലേ? ഞങ്ങൾക്കും അങ്ങനെ ആട്ടോ. ഡിസംബർ നമുക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിച്ചത്. കാരണം നവംബറിൽ മാധുവിൻ്റെ ബർത്ത്ഡേ ആണ്. പിന്നെ ഡിസംബർ ഒന്നും പറയാനില്ല, കാരണം എല്ലാവർക്കും അറിയാമല്ലോ ക്രിസ്മസ്, ന്യൂ ഇയർ. വേറെ ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി. 25th ക്രിസ്മസ് മുതൽ അങ്ങോട്ട് തുടങ്ങും. ക്രിസ്മസ് 27th വെഡ്ഡിങ് ആനിവേഴ്സറി, 31st. അങ്ങനെ നമ്മളിങ്ങനെ നോക്കിയിരിക്കുന്ന കുറേ കാര്യങ്ങളുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജാണ് ഡിസംബർ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും സങ്കടം വന്നു. കാരണം എല്ലാം കഴിഞ്ഞു പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സങ്കടം. ഇനിയിപ്പോൾ ഇതൊക്കെ അഴിച്ചു മാറ്റണം. പക്ഷേ എന്താ ചെയ്യുക, നമുക്കങ്ങനെ ചെയ്തേ പറ്റൂ. കാത്തിരുന്ന് കിട്ടുമ്പോഴല്ല അതിൻ്റെ മധുരം കൂടുക. അപ്പോൾ നമുക്ക് ഒരുമിച്ച് കാത്തിരിക്കാം. അടുത്ത ഡിസംബർ കിട്ടുമായിരിക്കും കേട്ടോ. നിങ്ങളുടെ എല്ലാവരും ലൈഫിൽ ഒരു മാജിക്കൽ മൊമെൻ്റ് ഉണ്ടാവും. അതായത് നിങ്ങളെ ഹാപ്പി ആക്കുന്ന ഏറ്റവും നല്ലൊരു മൊമെൻറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. എഴുതി വെച്ചോ. അപ്പം ഇനി നമുക്ക് നേരെ മാർക്കറ്റിൻ്റെ അകത്തോട്ട് പോകാം. കാരണം നമുക്ക് വൈൻ ഉണ്ടാക്കണ്ടേ, മുന്തിരി വൈൻ ഉണ്ടാക്കണം. അപ്പോൾ അമ്മ കുറച്ച് മുന്തിരീസ് വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അകത്ത് നല്ല ചീപ്പ് റേറ്റിലൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ 2 കിലോ മുന്തിരി ആട്ടോ നമ്മൾ വാങ്ങി. ഇത് നമ്മൾ എല്ലാ വർഷം ചെയ്യുന്നൊരു പരിപാടി ആട്ടോ, വൈൻ ഇടാന്ന് പറഞ്ഞാൽ. അത് നമ്മൾ ഡിസംബർ ആദ്യമേ അല്ലെങ്കിൽ നവംബർ ലാസ്റ്റായിട്ട് നമ്മൾ വൈനിടൽ പരിപാടി സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കുന്നത്. നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്കും പിന്നെ നമുക്ക് ക്രിസ്മസിനും ന്യൂ ഇയറിനൊക്കെ യൂസ് ചെയ്യാനും പിന്നെ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കുന്നതാണ് കേട്ടോ, നോട്ട് ഫോർ സെയിൽ. അപ്പോൾ മുന്തിരി മാത്രം പോരല്ലോ മുന്തിരി വൈൻ ഉണ്ടാക്കാൻ. ഇനി നമുക്ക് കുറച്ച് ആപ്പിൾ വേണം, പിന്നെ കുറച്ച് പട്ട, കറയാമ്പൂ, ഗ്രാമ്പൂ, ആ ഐറ്റംസൊക്കെ ഇല്ലേ, മസാല കൂട്ടുകളില്ലേ, അതൊക്കെ വേണം. അതൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം ഇപ്പോൾ വാങ്ങുന്ന എല്ലാ ഐറ്റംസും മുന്തിരിയിലോട്ട് വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അമ്മേനെ ഫോൺ ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ചോദിച്ച് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ കേട്ടോ വൈൻ ഉണ്ടാക്കണം. അമ്മ വൈൻ ഉണ്ടാക്കാൻ എക്സ്പേർട്ടാണ്. ലാസ്റ്റ് ടൈം നമ്മൾ പൈനാപ്പിളും ജിഞ്ചർ വൈനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഏതൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളത് കണ്ടോളൂ. കയറി കാണേണ്ടവർ കാണാം. അപ്പോൾ നല്ല തിരക്കായിരുന്നു അതിൻ്റെ അകത്ത്. നമുക്ക് ശ്വാസം വിടാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. ക്രിസ്മസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് തന്നെ അങ്ങനെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ വണ്ടിയൊന്നും അകത്തോട്ട് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നടക്കേണ്ടി വന്നു. അങ്ങനെ സാധനങ്ങളൊക്കെ നോക്കി കണ്ടു, തൃപ്തിപ്പെട്ടു. നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോരുകയാണ്. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്ന് മുന്തിരിയുടെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. വൈൻ്റെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ മുന്തിരി ഇങ്ങനെ അടർത്തി സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. മാധുവും അമ്മയും കൂടി ആയിട്ട് ചെയ്യുന്നതൊക്കെ. പിന്നെ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, മാധു ഇതിനകത്ത് കൈയിട്ട് ഇളക്കണയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. പക്ഷെ നമ്മളുടെ തന്നെ ആവശ്യത്തിന് വേണ്ടി എടുക്കുന്നതുകൊണ്ട് അവളുടെ കൈ ക്ലീനാക്കി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതൊരു ഹാപ്പിനെസ് ആണല്ലോ, എല്ലാവരും ഒരുമിച്ച് ചെയ്യുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. പിന്നെ മാക്സിമം ക്ലീനാണ്, നീറ്റാണ്. അങ്ങനെയാണ് അവളെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തിയത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്ത് ഈ നുറുക്ക് ഗോതമ്പ് കിഴി കെട്ടി എടുത്ത് മാറ്റി വെച്ചു. പിന്നെ പട്ട, കറയാമ്പൂ, പിന്നെ സ്റ്റാർ പോലത്തെ സാധനം, ഏലക്ക, ഇതൊക്കെ എടുത്ത് ഒരു പിടിയും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആദ്യത്തെ സെക്ഷൻ മുന്തിരി കഴുകി ഒട്ടും വെള്ളമില്ലാതെ മാറ്റി തുടച്ച് വെക്കണം കേട്ടോ ആദ്യം. എന്നിട്ട് വേണം
നമ്മൾ ഈ ഭരണിയിലോട്ട് ഇടുക. തലേദിവസം നന്നായിട്ട് കഴുകി ഈ ഓട്ടയുള്ള കൊട്ടയിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെള്ളമൊക്കെ പോയി കിട്ടും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതി. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ഭരണിയിലോട്ട്, ഒട്ടും വെള്ളമില്ലാത്ത ഭരണിയിലോട്ട് ആദ്യത്തെ ലെയർ മുന്തിരി ഇടുക, പിന്നെ പഞ്ചസാര ഇടുക, പിന്നെ മുന്തിരി ഇടുക, പിന്നെ പഞ്ചസാര ഇടുക, അങ്ങനെ ഇടുക. എന്നിട്ട് ഏലക്ക ഇട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച്. പിന്നെ നമ്മുടെ ഒരു 4 ആപ്പിൾ എടുത്ത് ചതച്ച്, കുഞ്ഞ് ആപ്പിളായതുകൊണ്ട് കേട്ടോ 4 എടുത്ത്, അല്ലെങ്കിൽ 3 2 ഒക്കെ മതി. നന്നായിട്ട് ചതച്ച് അതിനകത്തോട്ട് എന്നിട്ട് വീണ്ടും കുറച്ച് പഞ്ചസാര ഇടാം. നമ്മുടെ ആവശ്യത്തിനാണ് പഞ്ചസാരയൊക്കെ ഇടേണ്ടത്. 2 കിലോ മുന്തിരിക്ക് നമ്മൾ 1.5 കിലോ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ 2 കിലോ ആക്കാം കേട്ടോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇനി നന്നായിട്ട് ക്രഷ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് കയ്യിലൊക്കെ കൊണ്ട് നുടച്ച് കൊടുത്തിട്ട് നമ്മൾ തിളപ്പിച്ച ആറിയ വെള്ളം 1 ലിറ്റർ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വീണ്ടും ക്രഷ് ചെയ്യുക. പക്ഷേ ഇനി ക്രഷ് ചെയ്യുമ്പോൾ കയ്യിലൊന്നും വേണ്ട, കൈപ്പണി മതി. അമ്മയുടെ കൈ വെച്ചിട്ട് നന്നായിട്ട് മുടച്ചിട്ടുണ്ട്. നല്ല ക്ലീൻ കൈ ആട്ടോ, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പിന്നെ എന്ത് വന്നാലും അമ്മയല്ലേ, പ്രോബ്ലം ഒന്നുമില്ല. എന്നിട്ട് നമ്മുടെ നുറുക്ക് ഗോതമ്പ് കിഴി കെട്ടിയത് അതിനകത്തോട്ട് ഡിപ്പ് ചെയ്ത് വെക്കുക. എന്നിട്ട് നന്നായിട്ടൊരു വൈറ്റ് തുണിയോ എന്തെങ്കിലും തുണി വെച്ചിട്ട് ഇതുപോലൊരു പാത്രം വെക്കണേ. പാത്രം വെച്ചിട്ട് വേണം ഇങ്ങനെ വൈറ്റ് തുണി വെച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടി ഇരുട്ടുള്ള റൂമിൽ വെക്കണം എന്നാണ് പറയുക. അപ്പോൾ ഇരുട്ടുള്ള റൂമിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. വൈൻ്റെ പരിപാടി കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനി ബാക്കി നമുക്ക് എടുക്കുന്ന ദിവസം കാണാം. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ള് കാണണേ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ ക്രിസ്മസ് ഡെക്കറേഷനാണ്. വീട് നമ്മളൊരു പുൽക്കൂട് പോലെ ഒരുക്കിയെടുക്കണം. അപ്പം അത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഞങ്ങളും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ എല്ലാ സാധനങ്ങളും വാങ്ങിയതും പഴയതും പുതിയതുമായിട്ടുള്ള എല്ലാം നമ്മളവിടെ വലിച്ചു വാരി ഇട്ടിട്ട് നമ്മൾ പുൽക്കൂട് സെറ്റപ്പ് ചെയ്തത് ഇങ്ങനെയാണ് കേട്ടോ. നമ്മുടെ ഫിഷ് ടാങ്കിലെ കുറച്ച് സാധനങ്ങളും കല്ലും കാര്യങ്ങളൊക്കെ താഴെ വിരിച്ചിട്ട് എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എത്ര പെട്ടെന്നല്ലേ ഡിസംബർ കടന്നു പോയത്. കാരണം നമ്മളൊരു വർഷത്തെ കാത്തിരിപ്പ് മൊത്തം ഒറ്റ നിമിഷം കൊണ്ട് തീർന്നു പോയല്ലോ തോന്നി. നമ്മൾ ഈ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ കിടപ്പ് ഇരിപ്പൊക്കെ ഈ ഹോളിലും ഈ ഔട്ടിലൊക്കെ ആയിരുന്നു കേട്ടോ. കാരണം ഭയങ്കര പോസിറ്റീവ് എനർജി, ലൈറ്റ്സ്, ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ രാത്രി കിടപ്പ് ഈ ഹോളിലോട്ട് മാറ്റി അവിടെ നമ്മൾ പായ വിരിച്ച് 3 പേരും കൂടി കിടക്കും. ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ ഹോളിലൊന്ന് കിടക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഡിസംബറിൽ പ്രത്യേക ഒരു വൈബാണ്, നിങ്ങൾക്ക് അറിയാലോ. അപ്പം നമ്മുടെ വൈൻ്റെ പരിപാടി കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ വൈൻ ഇന്ന് എടുക്കുന്ന ദിവസമാണ്. എല്ലാ ദിവസവും അമ്മ ഇതെടുത്ത് ഇളക്കി കൊടുത്ത് തിരിച്ച് കെട്ടി വെക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ വൈൻ എടുക്കുകയാണ്. ഏകദേശം ഒരു 3 ആഴ്ചയിൽ കൂടുതൽ എടുത്തിട്ട്. ഇതിപ്പോൾ ക്രിസ്മസിൻ്റെ തലേ ദിവസമാണ് നമ്മൾ എടുത്തത്. എന്നിട്ട് ഇതിന് വേണ്ടി മാത്രം നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന തോർത്തുണ്ടായിരുന്നു, അതിലോട്ട് ഒഴിച്ച് അരിച്ചെടുക്കുകയാണ്. ഈ സിങ്കണ്ട ആരും പേടിക്കേണ്ട. ഇത് മാതു കിടന്ന് കരഞ്ഞപ്പോഴത്തേക്കും ബാക്കി വന്ന ആ പിഷിഡില്ലേ അതിലോട്ട് വെള്ളം ഒഴിച്ചപ്പോൾ പിഴിയാൻ കൊടുത്തതേ ഉള്ളൂ, അല്ലാതെ അവൾ കയറ്റിളക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വൈൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന നമ്മുടെ ഡേ എത്തി. ഇന്നാണ് ക്രിസ്മസ്. അപ്പോൾ ഇനി നിങ്ങൾ കാണാൻ പോകണം നമ്മൾ റീക്രിയേറ്റ് ചെയ്ത വീഡിയോ കേട്ടോ. കാരണം ആ ടൈമിൽ നമുക്ക് വീഡിയോ എടുക്കലൊന്നും പോസിബിൾ അല്ല. നിങ്ങൾ നല്ല ഭംഗിക്ക് അത് കാണിക്കുന്നത് പോസിബിൾ അല്ല. അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും ഒരാൾ സാക്രിഫൈസ് ചെയ്ത് ക്യാമറ വീഡിയോ എടുക്കാൻ വേണ്ടി നിൽക്കണം. അപ്പോൾ അത് അവർക്കും ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ 3 പേരും മാത്രം ഉള്ളതുകൊണ്ട് കേട്ടോ ഇങ്ങനെ റീക്രിയേറ്റ് ചെയ്ത്. അപ്പോൾ നമ്മൾ ക്യാൻഡിൽസൊക്കെ കത്തിച്ചു. ഉണ്ണിയേശുവിനെ കൃത്യം 12 മണിക്ക് പുൽക്കൂട്ടിൽ കൊണ്ടുവന്ന് മാധൂസ് വെച്ചു. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു, ക്രിസ്മസ് വിഷ് ചെയ്തു, പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്തു. അങ്ങനെ ഒരു കുട്ടി സെലിബ്രേഷൻ ആയിരുന്നു. ഇതാണ് നമ്മുടെ വേ ഓഫ് സെലിബ്രേഷൻ. ഇന്നത് തെറ്റ് കുറ്റങ്ങളൊന്നും കണ്ടുപിടിക്കരുത്. നമ്മുടെ കുട്ടി സെലിബ്രേഷൻ ഇത്രയേ ഉള്ളൂ. മാധുവിനാണെങ്കിലും നല്ല ഉറക്കവനുണ്ടായിരുന്നില്ല. 12 മണിയാൻ വേണ്ടി അവൾ പിടിച്ച് വെക്കുമായിരുന്നു. വൈനൊക്കെ ടേസ്റ്റ് ചെയ്തുകൊണ്ടാണോ എന്ന് അറിയില്ല, കുട്ടിക്ക് നല്ല ഉറക്കം ഉണ്ടായിരുന്നു. പിന്നെ നല്ല കോപ്പറേറ്റ് ചെയ്യുന്ന കുട്ടിയായതുകൊണ്ട് നമ്മളൊരു ഷോർട്ടും കൂടി എടുപ്പിച്ചിട്ടാണ് അവളെ കിടത്തി ഉറക്കിയത് ഗൈസ്. ഷോർട്ട് മീൻസ് ഷോർട്ട് വീഡിയോ കേട്ടോ, മറ്റേ ഷോർട്ടല്ല. ക്രിസ്മസ് കഴിഞ്ഞ അടുത്ത മൊമെൻ്റ് തൊട്ട് നമ്മൾ ചിന്തിക്കുന്നത് വെഡിങ് ആനിവേഴ്സറിനെ കുറിച്ച്. 27-നായിരുന്നു കേട്ടോ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി. ഒരുപാട് വലിയ ആഘോഷമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ കല്യാണം കഴിഞ്ഞപ്പോൾ മുതൽ തീരുമാനിച്ച കല്യാണം എല്ലാവരെയും വിളിച്ചല്ലേ നമ്മൾ ആഘോഷിച്ചത്. അപ്പോൾ വെഡിങ് ആനിവേഴ്സറി നമ്മൾ മാത്രം, എവിടെയാണെങ്കിലും ഒരുമിച്ച് നമ്മൾ മാത്രം. അപ്പം മാധുള്ളപ്പം മാധുവിന് പിന്നെ വീട്ടിൽ കൊണ്ടാക്കിട്ടോ. എന്നിട്ട് ഞങ്ങൾ പുറത്തോട്ട് പോയി. വീഡിയോ ഒന്നും എടുത്തില്ലാടാ. പിന്നെ നമ്മുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ജിൻചേട്ടാ എനിക്ക് തന്ന ഗിഫ്റ്റ് കുറച്ച് സ്പെഷ്യലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഉണ്ട് കേട്ടോ. അത് ഞാൻ നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ ഇടാം. ന്യൂ ഇയർ ഈവനിങ്ങിൽ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പുറത്തൊക്കെ പോയി ജസ്റ്റ് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മുടെ ഈ കാണുന്നൊക്കെ ആയിരുന്നു നമ്മുടെ ന്യൂ ഇയർ സെലിബ്രേഷൻ. അപ്പോൾ നമ്മുടെ ഗീവവേയുടെ കാര്യം നിങ്ങൾ മറക്കണ്ട. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇതാ ഇപ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ എടുത്തൊന്ന് കാണുക, കമൻറ്റ് ഇടുക. ഒരു കുട്ടി ഗിഫ്റ്റ് ആയിരിക്കും കേട്ടോ. ഒരുപാടൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കുകയല്ലേ, കുട്ടി ഗിഫ്റ്റ് ആയിരിക്കും. വഴി നമുക്ക് നല്ല നല്ല ഗിഫ്റ്റുകൾക്ക് നിങ്ങൾക്ക് തരാൻ പറ്റട്ടെ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതുപോലെ തന്നെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക. ലാസ്റ്റ് അല്ല ഫസ്റ്റ് പറഞ്ഞ കാര്യം മറക്കാതെ തന്നെ ആ വീഡിയോക്ക് പറ്റി ക്യാപ്ഷനോ കമന്റോ കൊടുത്തിട്ടുണ്ട് നമ്മുടെ വീഡിയോ. അപ്പൊ ആ വീഡിയോക്ക് വേണ്ടിട്ടെല്ലാം ചെയ്തേക്കാം. അപ്പോ കുറെ റിക്വസ്റ്റ് വീഡിയോ ഉണ്ട്, Q&A ഉടനടി വരുന്നുണ്ട്. അതേപോലെ കുറെ റിക്വസ്റ്റ് വീഡിയോ ഉണ്ട്, അത് ഉടനടി ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. എല്ലാം നല്ല സ്പെഷ്യൽ ആയിട്ട് ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് കുറച്ച് ലാഗ് അടിക്കണം. നിങ്ങളുടെ ഇഷ്ടത്തിന് എല്ലാം നമ്മൾ ചെയ്തു തരുന്നതാണ്. അപ്പോ എല്ലാവരും നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇനി അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാം. അതുവരേക്കും ബൈ.